വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ബ്ലോക്കിലെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കാണ് സൂചന നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശകലനം ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള അസോസിയേഷൻ അഥവാ സംഘടന എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ അവരുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടത്തെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് അസോസിയേഷൻ, അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ നിർവചനങ്ങൾ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദി മോറിസ് ഗിൻസ്ബർഗ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ആദ്യമായി ചർച്ച ചെയ്യാം. ഒരു നിശ്ചിത ലക്ഷ്യമോ ഒരു കൂട്ടം ലക്ഷ്യങ്ങളോ നേടാനായി ആളുകൾ പങ്കിടുന്ന അല്ലെങ്കിൽ പങ്കിട്ടെടുക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മക്കാണ് എന്ന് പറയുന്നത് മോറിസ് ഗിൻസ്ബർഗ് അസോസിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ലക്ഷ്യം വേണം, അതോടൊപ്പം തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ലക്ഷ്യങ്ങളോ നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കുന്ന കൂട്ടായ്മക്കാണെന്ന് പറയാം നമ്മൾ മോറിസ് ഗിൻസ്ബർഗ് പറയുന്നത് അസോസിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് മെക്കൈവർ, അയാളുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. റോബർട്ട് മെക്കൈവർ എന്ന് പറയുന്ന സമൂഹശാസ്ത്രജ്ഞൻ പറയുന്നത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശപൂർവം രൂപീകരിച്ചിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു കൂട്ടത്തെയാണെന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അഥവാ ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങൾ നിലനിൽക്കുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത് എന്നാണ് റോബർട്ട് മെക്കൈവറിൻ്റെ അഭിപ്രായം. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഓർത്തു വെക്കണം. മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എസ് ബൊഗാർഡിൻ്റെ ഡെഫിനിഷനാണ്. എസ് ബൊഗാർഡ് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ജനങ്ങൾ അല്ലെങ്കിൽ ഒരു സംഘങ്ങൾ കൂടി രൂപീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും 3 പോയിന്റുകൾ, 3 ഡെഫിനിഷൻസ് നമ്മൾ ഓർത്തു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി മോറിസ് ഗിൻസ്ബർഗിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോബർട്ട് മെക്കൈവർ പറയുന്ന രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാളാണ് എസ് ബൊഗാർഡ് പറയുന്നത് എന്താണ്, ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി രൂപീകരിച്ചതാണ് എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഓർത്തു വെക്കണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടോപ്പിക് നമ്മൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഇതിൻ്റെ അസോസിയേഷൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഗ്രൂപ്പാണ്. അഥവാ നേരത്തെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് തന്നെ മനുഷ്യർ അവരുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരിക്കും. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പ്രത്യേകമായി അസോസിയേഷനുകൾ സ്ഥാപിക്കുന്നത്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഗ്രൂപ്പാണ് അസോസിയേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് കമ്മ്യൂണിറ്റിയെ പോലെ പ്രാധാന്യമില്ല അസോസിയേഷന്. കമ്മ്യൂണിറ്റിയെ പോലെ എന്തില്ല, പ്രാധാന്യം അസോസിയേഷന് ഇല്ല. അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് മൊത്തം സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ
കമ്മ്യൂണിറ്റിയിൽ അംഗമാവൽ നിർബന്ധമാണ്. എന്നാൽ അസോസിയേഷനിൽ എന്തില്ല? ആ കമ്മ്യൂണിറ്റിയെ പോലെ പ്രാധാന്യം ഇല്ല. ഇനി അടുത്ത പോയിന്റാണ്, ഒരു പ്രത്യേക പൊതുവായ ലക്ഷ്യം ഉണ്ടായിരിക്കും. അഥവാ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. എന്നാൽ കമ്മ്യൂണിറ്റിയോ അതൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ജന്മനാൽ നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം ആർക്കുണ്ടായിരിക്കും? അസോസിയേഷന് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, അസോസിയേഷനിൽ എന്തുണ്ടായിരിക്കും? സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. സഹകരണ മനോഭാവം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അംഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്നാണെന്ത്? ബന്ധങ്ങളുടെ നിയന്ത്രണം. അഥവാ അസോസിയേഷനിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സംഘടനകളിലുള്ള ആളുകൾ തമ്മിൽ നിയന്ത്രണങ്ങൾ, ബന്ധങ്ങൾ ലിമിറ്റഡ് ആയിരിക്കും. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രണാതീതമായിരിക്കും. ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല? അവർക്കിടയിലുള്ള ബന്ധങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ പോലെയുള്ള ഒരു ബന്ധം ആയിരിക്കില്ല. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അവർക്കിടയിൽ കൂട്ടായ പ്രവർത്തനം നിലനിൽക്കുന്നു. ഓരോ കമ്മ്യൂണിറ്റിക്കും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം അവർക്കിടയിൽ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർത്തു വെക്കേണ്ടത് ഇതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ദീർഘകാലം നിലനിൽക്കുന്നതാണ്. എന്നാൽ അസോസിയേഷൻ ദീർഘകാലം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഹ്രസ്വകാലത്ത് നിലനിൽക്കുന്നതും ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ പോയിന്റുകൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. അസോസിയേഷൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അസോസിയേഷൻ? അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. ദീർഘകാലം നിലനിൽക്കുന്നതും ഹ്രസ്വകാലം നിലനിൽക്കുന്ന അസോസിയേഷനുകൾ ഉണ്ട്. അഥവാ അവരുടെ താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ അസോസിയേഷനുകൾ ഇല്ലാതായി മാറുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. അതിൽപ്പെട്ടതാണെന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ ആൻഡ് വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി അസോസിയേഷൻ. ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഡിഫറൻസസിനെ കുറിച്ചാണ്, വാട്ട് ആർ ദ റിലേഷൻസ് ആൻഡ് ഡിഫറൻസസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലൊന്നാമത്തേത്, അസോസിയേഷൻ ചെറിയ വിഭാഗമായിരിക്കും. അല്ലെങ്കിൽ അസോസിയേഷൻ എന്തായിരിക്കും? ചെറിയ ഒരു വിഭാഗമായിരിക്കും, ചെറിയ ഒരു ഗ്രൂപ്പായിരിക്കും, ആ ലിമിറ്റഡ് സൈസ് ആയിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതോ അത് മൊത്തത്തിലുള്ളതായിരിക്കും. അഥവാ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിറ്റി പ്രതിനിധീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. അസോസിയേഷൻ ചെറിയ വിഭാഗവും കമ്മ്യൂണിറ്റി എന്താണ്? വലിയതും വിഭാഗം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വിഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, പലതരം അസോസിയേഷനുകൾ നിലനിൽക്കുന്നു. പലതരം അസോസിയേഷനുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അസോസിയേഷനുകൾ ഉണ്ടായിരിക്കുന്നു. അഥവാ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനുകൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമുദായത്തിൽ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, പരിമിതമായ പ്രാധാന്യം നിലനിൽക്കുന്നു. പരിമിതമായ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ അസോസിയേഷനിൽ പരിമിതമായ പ്രാധാന്യമേ ഉള്ളൂ. എന്നാൽ കമ്മ്യൂണിറ്റിയിൽ നേരെ തിരിച്ചാണ്. അവിടെ എന്താണ്? ശാശ്വതമായ പ്രാധാന്യമാണുള്ളത്. കമ്മ്യൂണിറ്റിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അസോസിയേഷൻ വേണമെങ്കിൽ എടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ട്?
അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പരിമിതമായ പ്രാധാന്യമാണ് എവിടെയുള്ളത്? അസോസിയേഷനിലുള്ളത്. എന്നാൽ കമ്മ്യൂണിറ്റിയിലോ ശാശ്വതമായിട്ടുള്ള പ്രാധാന്യം നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ എന്താണ്? അംഗത്വം വേണമെങ്കിൽ എടുത്താൽ മതി. അസോസിയേഷനിൽ അംഗത്വം വേണമെങ്കിൽ എടുത്താൽ മതി. എന്നാൽ അംഗത്വം ജന്മനാൽ ലഭിക്കുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട മെമ്പർഷിപ്പ് എടുക്കുന്നത് എവിടെയാണ്? മെമ്പേഴ്സായി മാറുന്നത് അംഗത്വം വേണമെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ എന്തായിരിക്കണം? അംഗത്വം നമുക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? അസോസിയേഷനിൽ വികാരം എന്ന് പറയുന്ന ആശയത്തിന് അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന മനോഭാവത്തിന് പ്രാധാന്യം ഇല്ല. എന്നാൽ കമ്മ്യൂണിറ്റിയിലോ വികാരത്തിനാണ്, മനുഷ്യ സഹജമായിട്ടുള്ള വികാരത്തിനാണ് പ്രാധാന്യം ഉള്ളത്. ഇനി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഔദ്യോഗിക ബോഡി ആയിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള ബോഡിയാണെന്ത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിറ്റി ഒരു ഓഫീസും അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മേഖലകളും ഉണ്ടായിരിക്കും. എന്നാൽ അസോസിയേഷനിൽ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന് യാതൊരു തരത്തിലുള്ള ഓഫീസ് നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്തായിരിക്കും? അപ്പോൾ ഇത്രയും പോയിന്റുകൾ പ്രധാനമായിട്ടും വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന ഭാഗത്ത് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ബോഡിയാണ് ഏത്? കമ്മ്യൂണിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതോ അതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു ബോഡിയില്ല. അത് സമൂഹത്തിൽ പ്രധാനമായിട്ടും നിലകൊള്ളുന്ന ഒന്നാണ് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ആശയം അസോസിയേഷൻ എന്ന് പറയുന്നതിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.